ഇന്നലെ ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ചർച്ചയിൽ CPM-ന്റെ വലിയൊരു അതിബുദ്ധിയാണ് നമ്മൾ കണ്ടത്. CPM സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ ആലപ്പുഴയിലെത്തിയത്. സെക്രട്ടേറിയറ്റിൽ നിന്നുണ്ടായ ഒരു പരിഹാര നിർദ്ദേശം ഈ PMC പദ്ധതി എങ്ങനെ നടപ്പാക്കുന്നു അതിന് മേൽനോട്ടം വഹിക്കുന്നതിന് CPI മന്ത്രിമാരടങ്ങുന്ന ഒരു സമിതിയെ വയ്ക്കാമെന്നുള്ളതായിരുന്നു. ഒരു മേൽനോട്ട സമിതി. CPM സെക്രട്ടേറിയറ്റിൻ്റെ വലിയൊരു ബുദ്ധിയായിരുന്നു. അതായത് PMC പദ്ധതി എന്തായാലും നടപ്പാക്കും. ആ നടപ്പാക്കുന്നതിന്റെ മേൽനോട്ടം, അതിനൊരു സമിതി, അതിൽ CPI മന്ത്രിമാര്. അതിന്റെ അർത്ഥം എന്താണ്? CPI മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ അവരെതിർക്കുന്ന PMC പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ്. CPIക്ക് ഈ ബ്രൂവറീസിന്റെ അനുമതി സംബന്ധിച്ച കാര്യത്തിൽ ഈ ഒരു അബദ്ധം പറ്റിയതാ. അവരുടെ ഓഫീസായ MN സ്മാരകം പുതുക്കിപ്പെടുന്നതിന് ശേഷം അവിടെ ഒരു LDF യോഗം ചേർന്നു. ആ യോഗത്തിൽ തന്നെ പിണറായി വിജയൻ ഈ ബ്രൂവറീസിന്റെ പ്രശ്നം ഉന്നയിച്ച് അതിന് അനുമതി നേടിയെടുത്തു. അതിഥികളല്ലേ CPM, മറ്റു പാർട്ടികൾ. CPIക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. അതുപോലൊരു ബുദ്ധിയായിരുന്നു ഇത്. CPIയുടെ മന്ത്രിമാരുടെയും മേൽനോട്ടത്തിൽ കേരളത്തിൽ PMC പദ്ധതി നടപ്പാക്കുക. അതിന് CPI വഴങ്ങിയിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ BJP-യും കേന്ദ്ര ഗവൺമെന്റും ABVP ഒക്കെ പിണറായി വിജയനെ വന്ന് കണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുമായിരുന്നു, അനുമോദിക്കുമായിരുന്നു.